ഇനി ഒന്നുകൂടെ പറയാം, പരിശുദ്ധിയുടെ ആത്മാവ് നിന്നിലുണ്ടേൽ അശുദ്ധിയുടെ ആത്മാവ് നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ നോട്ടം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ ജയിക്കണം എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും ഉണ്ടായിരുന്ന പാപവും പാപ സ്വഭാവവും ദൂരെ എങ്ങും പോയിട്ടില്ല. അതെന്റെയും നിങ്ങളെയും കൂടെ തന്നെ ഉണ്ട്. അത് നിന്റെ വാതിക്കൽ തന്നെയുണ്ട്. അത് നിന്റെ വാതിക്കൽ തന്നെയുണ്ട്. അതിന്റെ നോട്ടം വേറെ ആരിലേക്കുമല്ല, നിന്നിൽ നിന്നും പുറപ്പെട്ടു പോയ പൈശാചിക ശക്തികളുടെ നോട്ടം നിന്നിലേക്ക് തന്നെ. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നത് നീയോ അതിനെ ജയിക്കണം. കുഞ്ഞ്, നിന്റെ കഴിവ് കൊണ്ട് ഉടനെ അടുത്ത ചോദ്യം, കർത്താവേ ഞാനെങ്ങനെ പിശാചിനെ ജയിക്കും? പിശാച് അതിശക്തനാണല്ലോ. ഞാനെങ്ങനെ പിശാചിനെ ജയിക്കും? സ്വർഗം പറയും, നിനക്ക് തനിച്ച് ജയിക്കാൻ കഴിയുകയില്ല. നിനക്ക് മാനുഷിക ബലത്തിലും മാനുഷിക ബുദ്ധിയിലും മാനുഷിക പ്രയത്നത്തിലും പൈശാചിക തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയുകയില്ല. അതെനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ആത്മാവിന്റെ ശക്തിയാൽ നിന്നെ ഞാൻ നിറച്ചേ. ഇന്ന് പകലിൽ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പ്രവചന ശബ്ദമായി വിളിച്ചു പറയാൻ പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായാൽ പൈശാചിക ശക്തികൾ നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങും. അതിനോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ, പിശാചിനോട് സഭ എതിർത്ത് നിന്നാൽ, ദൈവ പൈതലെ നീ എതിർത്ത് നിന്നാൽ, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇനി മറ്റൊന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നടത്തുന്നത് മനുഷ്യനല്ല, ഹല്ലേലൂയ, സാത്താനല്ല, മറ്റൊരു ശക്തികളുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വഴി നടത്താനും പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാനും നിന്നെ നടത്താനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും നിന്നെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നല്ലൊരാമേൻ പറഞ്ഞു. വന്ന പരിശുദ്ധാത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. ഇനി മരുഭൂമിയുടെ പരിശുദ്ധാത്മാവ് നടത്തിയത് മരുഭൂമിയിലേക്കാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അസാധ്യതകളുടെ നടുവിലേക്കാണ് നടത്തിയേ. മരുഭൂമിയുടെ വരണ്ട അവസ്ഥയിലേക്കാണ്. ആ വരണ്ട അവസ്ഥ എവിടെയാണോ അവിടേക്കാണ് നടത്തിയേ. ഞാൻ ഒന്നുകൂടെ പറയാം, നിന്റെ ശത്രു എവിടെയാണോ ബലപ്പെട്ടിരിക്കുന്നത് അവിടേക്കായിരിക്കും പരിശുദ്ധാത്മാവെന്ന് നിന്നെ നടത്തുന്നത്. ഒന്നുകൂടി പറയാം, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവിക നന്മയ്ക്ക് വിരോധമായി ചലിക്കുന്ന പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുടെ ബലം എവിടെ ബലപ്പെട്ടിരിക്കുന്നു അവിടേക്കായിരിക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരുവനെ പരിശുദ്ധാത്മാവ് നടത്തുന്നത്. ഹല്ലേലൂയ. കാരണം എവിടെ ലംഘനം പെരുകുന്നുവോ അവിടെ കൃപ ഏറ്റവും വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ലംഘനം പെരുകുന്ന ഇടത്ത് എവിടെയാണോ പിശാചിന്റെ പ്രതിപ്രവർത്തനങ്ങൾ ഉയരുന്നത് അവിടേക്ക് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നിന്നെ പരിശുദ്ധാത്മാവ് നടത്തും. കാരണം അത് ഹല്ലേലൂയ അവന്റെ മുന്നിൽ കൊണ്ട്, പിശാചിന്റെ മുന്നിൽ കൊണ്ട് അടിയറ വെപ്പിക്കാനോ നിന്നെ തോൽപ്പിക്കാനോ നിന്നെ തകർക്കുവാനോ നിന്നെ നശിപ്പിക്കുവാനോ അല്ല. കാരണം പകരം നിന്നിൽ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് അവനെ ഒന്ന് അറിയിക്കാൻ, ശത്രു ഒന്ന് തിരിച്ചറിയാൻ. ഇന്ന് നിനക്കെതിരെ പ്രതികൂലങ്ങൾ ഉയരുന്നു എങ്കിൽ കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ മക്കളായ ദൈവത്തിന്റെ മക്കൾക്ക് പ്രതികൂലം ഉയരുന്നു എങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങളെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ട്. അവൻ നിങ്ങളിൽ വാഴുന്നു, അത് നിന്നെ നടത്തുന്നു. ആ പ്രതികൂലം നിന്റെ അടുക്കലേക്ക് വന്നതല്ല, ശത്രു നിന്റെ അടുക്കലേക്ക് വന്നതല്ല, പകരം ശത്രുവിന്റെ പാളയത്തിലേക്ക്. ശത്രു നിന്റെ അടുക്കലേക്ക് വന്നതല്ല, പകരം ശത്രുവിന്റെ പാളയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവശക്തി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മകനായ നിന്നെ പരിശുദ്ധാത്മാവ് നടത്തുകയാ. അല്ലേ, പടക്കൂട്ടത്തെ കണ്ട് തിരിഞ്ഞു ഓടാനല്ല, പകരം പടക്കൂട്ടത്തിന് നേരെ
ചെല്ലാൻ, ശത്രുവിന്റെ തന്ത്രങ്ങളും ശത്രുവിന്റെ പദ്ധതികളും ശത്രുവിന്റെ ബലവും കണ്ട് തിരിഞ്ഞു ഓടാനല്ല, പകരം ശത്രുവിനെ കണ്ട് അവന്റെ പടക്കൂട്ടത്തെ കണ്ട് അതിനു നേരെ പാഞ്ഞു ചെല്ലാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും താൻ ദൈവമാണ് എന്ന് തെളിയിക്കുന്നതിലാണ് അവൻ മഹത്വം എടുക്കുന്നത്. അതിനാണ് അവൻ മഹത്വം കാണുന്നത്. ഹല്ലേലൂയ. ബലഹീനമായ ഇടങ്ങളിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജയിച്ചേ, എന്റെ പൈതലിനെ ഞാൻ ജയിപ്പിച്ചേ എന്ന് പറഞ്ഞ് താൽക്കാലികമായ ഒരു വിജയമോ താൽക്കാലികമായ ഒരു സന്തോഷമോ താൽക്കാലികമായ ഒരു സമാധാനമോ ദൈവത്തിന്റെ മക്കൾക്ക് തരാനോ അല്ലെങ്കിൽ കൊടുക്കുവാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ശത്രുവിന്റെ പാളയത്തിലേക്ക് അവൻ നിന്നെ നടത്തും. ശത്രുവിരിക്കുന്ന പാളയത്തിലേക്ക് അവൻ നിന്നെ നടത്തും. അവന്റെ പാളയത്തിനകത്ത് കയറ്റി അവന്റെ സകല പദ്ധതികളെയും പൊളിച്ച് ശത്രു ഇരിക്കുന്ന ഇടത്ത് നിന്നെ കൊണ്ടുപോയി ശത്രുവിന്റെ സകല പദ്ധതികളെയും പൊളിച്ച് വിജയത്തോടെ വിജയിച്ചവനായി, നിറഞ്ഞവനായി, ശക്തിയുള്ളവനായി മടക്കി വരുത്തുവാൻ ദൈവ പൈതലെ നിന്നെ കുറിച്ച് സ്വർഗം പദ്ധതിയിട്ടിരിക്കുന്നു. ശത്രു നിന്റെ മുന്നിൽ ഒരുക്കുന്ന പദ്ധതികളും പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഒന്നും കണ്ടിട്ട് നീ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടേണ്ട കുഞ്ഞേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓ ശത്രുവിന്റെ ബലം കാണുമ്പോ ദൈവ പൈതലെ നീ പറയേണ്ടത്, ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. പിന്തിരിഞ്ഞു ഓടുമെന്നല്ല, നിലവിളിക്കുമെന്നല്ല, പരാജയം സമ്മതിക്കണമെന്നല്ല, ഈ പടക്കൂട്ടത്തിന് നേരെ എന്റെ ദൈവത്താൽ ഞാൻ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ, ആമേൻ. പ്രാരംഭത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയാൻ പറയുന്നു, ശത്രു നിന്റെ മുന്നിൽ തോൽക്കാൻ പോവുക. എന്താണോ നിന്നെ ഭയപ്പെടുത്തുന്നേ, എന്താണോ നിന്നെ ഇതുവരെ തകർത്തുകൊണ്ടിരുന്നേ, എന്താണോ നിന്നെ പ്രതികൂലങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരുന്നേ, ഇന്ന് ആ ദുഷ്ട പദ്ധതികളെ സ്വർഗം പൊളിച്ചടുക്കുന്ന ദിനമാ. വിജയം നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ദിനമാ. ഓ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ നോക്കി ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചന ശബ്ദം വിളിച്ചു പറയുകയാ, വിജയം നിനക്കുള്ളത്. ഹല്ലേലൂയ, വിജയം നിനക്കുള്ളത്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, വിജയം നിനക്കുള്ളത്, വിജയം നിനക്കുള്ളത്. ശത്രു തോൽക്കും, വിജയം നിനക്കുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, വിജയം എനിക്കുള്ളത്, വിജയം എനിക്കുള്ളത്. പരാജയം എന്നെ തൊടുകയില്ല, പരാജയത്തെ ഞാൻ തൊടുകയില്ല, പരാജയം എന്നെ തൊടുകയില്ല. പരാജയത്തെ ഞാൻ കാണുകയില്ല, പരാജയം എന്നെ കാണുകയില്ല. ഞാനായിരിക്കുന്ന 7 അയലത്ത് പരാജയത്തിന് ഇരിക്കാൻ കഴിയല. ഹല്ലേലൂയ. ഇന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു പറയുകയാ, നിങ്ങൾ വിജയം തന്നെ പ്രാപിക്കും, നിങ്ങൾ വിജയം തന്നെ പ്രാപിക്കും, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം തന്നെ പ്രാപിക്കും. ആമേൻ. പിശാചവനെ 1-2 ദിവസമല്ല കേട്ടോ, 1-2 ദിവസമല്ല,
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവിന് വേണമെങ്കിൽ ചിലരുടെ ഒരു വിചാരമുണ്ട്, കർത്താവിനെ അറിഞ്ഞതല്ലേ, ഇനി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സുഖങ്ങളും ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷവും മാത്രമേ വരൂ. ഹല്ലേലൂയ. സാഹചര്യത്തിൽ സന്തോഷിക്കാനല്ല ദൈവം വിളിച്ചേ. നിന്റെ മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ സന്തോഷിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ. ആ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിവുള്ളവൻ നിന്നിലുണ്ട് എന്ന വിശ്വാസത്തിലാണ് നീ സന്തോഷിക്കണ്ടേ. ഒന്നുകൂടെ പറയാം, ഈ മുന്നിൽ കാണുന്ന സാഹചര്യത്തിലല്ല നീ സന്തോഷിക്കണ്ടേ. സാഹചര്യത്തിൽ സന്തോഷിക്കാൻ നിൽക്കുന്നവൻ പിന്മാറ്റത്തിലേക്ക് പോകും. അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവനല്ല, ക്രിസ്തു അവനെയും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഏത് സാഹചര്യം വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി എഴുന്നേറ്റാലും, ആ പ്രതികൂലത്തിന്റെ നടുവിലൂടെ, ആ പ്രതികൂല സാഹചര്യത്തിലൂടെ നിന്നെ നടത്താൻ, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ നിന്നെ നടത്താൻ, തീച്ചൂളയുടെ നടുവിലൂടെ നിന്നെ കരം പിടിച്ച് നടത്താൻ, സിംഹത്തിന്റെ കുഴിയിൽ നിന്നെ നിർത്താൻ, ഏത് പെരുവെള്ളത്തിന്റെ സാഹചര്യമായാലും, ഏത് കൊടുങ്കാറ്റിന്റെ സാഹചര്യമായാലും, ഏത് തിരമാലയുടെ സാഹചര്യമായാലും, ഏത് കടൽക്ഷോഭത്തിന്റെ സാഹചര്യമായാലും, ആ സാഹചര്യത്തിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ ശക്തനായവൻ നിന്റെ കൂടെ ഉണ്ട് എന്ന ബലത്തിലാണ് നീ സന്തോഷിക്കണ്ടേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം പിശാചേ ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, സാഹചര്യത്തിൽ സന്തോഷിക്കാനല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ചേ. സാഹചര്യം പ്രതികൂലമായിരിക്കും, ആരാധിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഭവനമായിരിക്കും, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ദേശമായിരിക്കും. ഹല്ലേലൂയ. ഒരു നന്മയും നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിൽക്കുന്നത്. പക്ഷേ ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിന്നാലും ഈ സാഹചര്യത്തിന്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും സാധ്യതകളെയും അസാധ്യതകളെയും കണ്ടിട്ട് സന്തോഷിക്കാനും സമാധാനിക്കാനുമല്ല, ആശ്വസിക്കാനുമല്ല ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത്. ഏത് അസാധ്യതകളെയും സാധ്യമാക്കി തരുവാൻ, ഏത് പ്രതികൂലത്തെയും അനുകൂല സാഹചര്യമാക്കി തീർക്കുവാൻ കരുത്തനായ സർവശക്തനായ ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. ഞാൻ ദൈവത്തിന്റെ വലം ഭാഗത്തിരിക്കുകയാ. അവന്റെ ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുകയാ. അവൻ എന്നെ അവന്റെ നിഴലിന്റെ മറവിൽ, അവൻ ചിറകിന്റെ നിഴലിന്റെ കീഴിൽ അവൻ എന്നെ മറച്ചു വെച്ചിരിക്കുക എന്ന ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് നല്ലൊരു സ്തോത്രം